നമസ്കാരം, ഞാൻ ഈ കളരിക്കൽ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ രാവിലെ നല്ല ചൂടൻ ചെമ്മീൻ എന്ന് പറയാൻ പറ്റില്ല, നാരൻ ചെമ്മീനാണ്. നാരൻ ചെമ്മീനും ഉണ്ട്, ചൂടൻ ചെമ്മീനും ഉണ്ട്, മിക്സാണ്. ചില ചൂടൻ ചെമ്മീൻ ഇപ്പോൾ കുറവാണ് വേണ്ട. അപ്പം രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതങ്ങോട്ട് മൊത്തം കൊണ്ട് വാങ്ങിച്ചു. പിന്നെ ഒരു പരീക്ഷണം നടന്നത് ഈ കാർപ്പിനിട്ട് കൊടുക്ക്. കാർപ്പ് നമ്മുടെ വീട്ടിൽ വളർത്തേണ്ടതായിരുന്നു കേട്ടാ, അത് ചത്തുപോയി. ഇന്നലെ ഇങ്ങനെ ചാകാനായിട്ടുള്ളത് കണ്ടീഷനിലിരിക്കുന്നത്. അപ്പം തന്നെ ഞാൻ കരുതി എടുത്തിട്ട് പോരാണ്. അത് രാവിലെ നോക്കിയപ്പോൾ ചത്ത് ഇരിക്കും, മോശമായിട്ടില്ല. അപ്പം അതങ്ങനെ തന്നെ എടുത്തിട്ട് പോകുന്നു. ഇതൊക്കെ നോക്കാം, നമുക്ക് ചെമ്പലിനെ പഠിക്കാതെ കൊണ്ട്. നമ്മളെ ലോങ് ചൂണ്ടയിടാം. ഫസ്റ്റ് കുളത്തിൽ നമുക്ക് ലൈവ് ഇട്ട് കൊടുക്കും. ഒരു ലൈവും ബാക്കിയൊക്കെ നമ്മുടെ നാരഞ്ച് മിനിറ്റ് ഇട്ട് കൊടുക്കാം. നാരഞ്ച് മിനിറ്റ് അടിപൊളിയാണ് കേട്ടോ, ഈ സാധനം അടിപൊളിയാണ്. മറ്റടിക്കണമെങ്കിൽ ഈ സാധനം ഇട്ട് കൊടുത്താൽ മതി, വേണമെന്നില്ല. ഒറ്റ പ്രശ്നമുള്ളൂ, പെട്ടെന്ന് മോശമായി പോകുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. തല ഓടിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇത് കണ്ടോ, ഇതിലിങ്ങനെ കുളത്ത് കിടത്തിയിട്ട് തലയുടെ ഭാഗത്തുകൂടെ ഉണ്ട് ഇങ്ങനെ പുറത്തേക്ക്. അപ്പോൾ അതിൽ നമ്മൾ തയ്ച്ച് വെച്ചിരുന്ന പോലെ, സ്റ്റിച്ച് ചെയ്തിരുന്ന പോലെ പെട്ടെന്ന് തല വിട്ടു പോവില്ല. കിലോപ്പ് ഞാൻ ഇന്നലെ പിടിച്ച് ബാങ്കിൽ മോനെടുക്കാൻ നോക്കട്ടെ. ഒരെണ്ണം നെറ്റ് മോനെടുത്ത് ഇവിടെ വെച്ചതാണ്, അവനാണ് എഴുതിട്ടില്ല. ഇറക്കി വിടുന്ന ടെക്നിക്കൊക്കെ നമ്മുടെ ഇത് തന്നെ. തെർമോക്കോൾ കൊണ്ടുവന്നില്ല, അല്ല തെർമോക്കോളിൽ വിടാറുണ്ട്. കവർ ഞാനിപ്പോൾ അധികം ഇടാറില്ല, വളരെ അപൂർവമല്ല. തെർമോക്കോളാണ് ഏതെങ്കിലുമൊക്കെ കവർ കൊണ്ട് വിടാം. കാര്യം നമ്മൾ പരമാവധി കവർ കിട്ടുന്നത് കുറഞ്ഞ. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ, ആ കണ്ടീഷനിൽ കവറിൽ കയറി ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ പയ്യെ അങ്ങോട്ട് ഒഴുകി പോയിട്ട് നമുക്ക് ആവശ്യമുള്ള, നമുക്ക് ഏത് ഡിസ്റ്റൻസിന് നമ്മൾ ചൂണ്ടയിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ വരുമ്പോൾ നമ്മൾ ആ കവറിലൊന്ന് വലിച്ചാൽ മതി. കവറിൽ വലിക്കുമ്പോഴേക്കും കവർ പൊട്ടിപ്പോകും, അപ്പോൾ ചൂണ്ട താഴേക്ക് ഇരിക്കും. അപ്പോൾ അങ്ങനെ ആ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ പോട്ടെ, നല്ല കണ്ടീഷനാണ്. വേറെ ആളുകൾ ആരും ഇല്ല, ഒരു ചേട്ടൻ അവിടെ ചൂണ്ടിരുന്നത് അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇത് ഇറങ്ങട്ടെ കേട്ടോ. ഫസ്റ്റ് ചൂണ്ട നമ്മൾ ഇറക്കി കഴിഞ്ഞ കേട്ടോ. ഇത് കണ്ടോ, ഇല്ല അങ്ങേ അറ്റത്ത് കിടക്കണ്ട ആ ഒരു കവർ വീളത്ത് കണ്ടോ, ഇതാണ് നമ്മൾ അടയാളം വെച്ചിരിക്കുന്നത് തെർമോക്കോൾ. ഇതിപ്പോൾ എന്ത് ടൈറ്റായിട്ട് വരിക, ഒഴുകി അറ്റത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ വലിച്ചു കഴിയുമ്പോൾ കവർ വിട്ടു പോകും. ഞാൻ അത് കളയണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കേട്ടോ, ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വലിക്കും കേട്ടോ, കവർ പൊട്ടി. ഇനി ഇത് താഴേക്ക് ഇട്ട് കൊടുക്കും.
തെർമോക്കോൾ ഇങ്ങനെ താഴ്ന്നു പോകുന്നത് കണ്ടോ. കവർ പൊട്ടിയ കാരണമാണ് ആ താഴ്ന്നു പോകുന്നത് കണ്ടോ. അല്ലെങ്കിൽ ടൈറ്റായിട്ട് തന്നെ നിന്നേനെ. ആ കവർ പൊട്ടിയിട്ടുണ്ട്. ഇനി നോക്കൊന്ന് വെറുതെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം, താഴെ ഉടക്കാതിരിക്കാനായിട്ട്. ഇങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ മീൻ അടിച്ചാൽ നമുക്ക് സ്ട്രൈക്ക് കേൾക്കുകയും ഇപ്പോൾ ലൂസല്ല, കൊളുത്ത് ഇങ്ങനെ പൊന്തി നിൽക്കുകയും ആ താഴെ കിടക്കുന്നതല്ല, പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുന്നത്. ഏറ്റവും എൻഡിലാണല്ലോ നമ്മൾ വെയിറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് താഴെ വിട്ടിട്ടുണ്ടാവും, കൊളുത്തുകളെല്ലാം ഇങ്ങനെ പൊന്തി നിൽക്കും. ആ കണ്ടീഷനിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടി കിട്ടിയാൽ പെട്ടെന്ന് ഏക്കുകയും ചെയ്യും. സ്ട്രൈക്ക് ചെയ്താൽ മീൻ ഏക്കും, അടി അങ്ങോട്ട് ഏക്കും. അതിന് വേണ്ടിയിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചൂണ്ട ഇറക്കാം. മിക്കവാറും നമ്മൾ അടുത്ത ചൂണ്ട ഇറക്കണ മുമ്പ് അതെല്ലാം അടി വീഴും കേട്ടോ. കണ്ടീഷൻ അതാണ്. മിക്കവാറും അടി ഉണ്ടാവും. അടി കിട്ടാനുള്ള ഒരു കണ്ടീഷനാണ് നിൽക്കുന്നത്. അതിന് അടുത്തിറക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യണ്ട. ചെമ്മീനെല്ലാം സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടോ. ചെമ്മീൻ എല്ലാം നാരൻ ചെമ്മീൻ, ബാക്കിയെല്ലാം നാരൻ. ഇവനെയും കൂടി ഇറക്കാം. ആദ്യം ഇറക്കിയ ചൂണ്ടയിൽ മീൻ അടിച്ചിട്ടുണ്ട്. ഇത് വലിച്ചിട്ടുണ്ട്, കുറച്ച് ടാങ്കീസ് ഞാൻ വലിച്ചു. രണ്ടാമത്തെ ചൂണ്ടയില്ലേ അവിടെ ഇറക്കിയിട്ടുണ്ട്. ഇല്ലേ ഒരു തെർമോക്കോൾ കണ്ട, അതിനകത്ത് മീൻ അടിക്കണം. ഇല്ല അടിക്കണം കണ്ടാ, ഫോൺ കണ്ടാ, കണ്ടില്ലേ. ഇതിൽ എൻ്റെ കൈയുടെ നേരെ നോക്കിയില്ലേ ഒരു തെർമോക്കോൾ കിടപ്പുണ്ട്. വേലും ഇത് വലിക്കാം. അതിലും അടിക്കുന്നുണ്ട്. വേലും ഇത് വലിക്കട്ടെ കേട്ടാ. അല്ലെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് കുറഞ്ഞല്ല. ഈ വർത്തമാനം പറഞ്ഞ സംബന്ധിച്ചുണ്ടോ, അത് വെയിറ്റ് കുറഞ്ഞു. ഇനി വിട്ടുപോയാന്നൊരു സംശയമുണ്ട് കേട്ടാ. അതാണ് നമ്മൾ പ്രശ്നം. ഈ മീൻ അടിച്ചു കഴിഞ്ഞിട്ടല്ല, വീഡിയോ എടുക്കാൻ നോക്കുന്ന സമയത്ത് ചൂടത്ത് മീൻ പോകും. ഇവിടെ മീൻ പോയിട്ടുണ്ട്. വീഡിയോ ഒക്കെ എടുത്ത് ഡയലോഗൊക്കെ അടിച്ച് കഴിഞ്ഞാൽ മാറ്റി ഇത് വളരെ നല്ല ലോഡിലേക്ക് ഫ്രീ ആയിട്ട് മീനുണ്ടാവും. ഞാൻ പിടിച്ചിട്ട് മീനെ നല്ല ഫീൽ ചെയ്ത കാരണമാണ് ഞാൻ ക്യാമറ എടുത്തത്. നല്ല ലോഡാണ്. ഒരു മീനൊന്നും അടിച്ചാൽ അത്ര ലോഡ്. ഇവിടെ മറ്റേ തെർമോക്കോൾ പോകുന്നുണ്ട് കേട്ടാ. അതാ അതടിക്കുന്നു. മറ്റേ ചൂണ്ടയിൽ മീൻ അടിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. എഴുതാൻ അടിക്കുന്നത് നന്നായിട്ട് അങ്ങോട്ട് പൊങ്ങുന്നത്. കിലോക്ക് ഇട്ടത് അങ്ങനെ തന്നെ നടപ്പുണ്ട്. പച്ചേരിയൊക്കെ തീർന്നു പോയി. ചെറിയൊരു പറ്റാൻ പറയില്ലേ, ഒരു കുഞ്ഞു പറ്റ. നമുക്കൊരു വെറൈറ്റി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അത് കണ്ടോ, ആ ചൂട കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് അതെ മറ്റേ മാന്തലാണെന്ന് തോന്നുന്നു. കണ്ടോ, എലച്ചിലെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നങ്ക് പോലെ ഇരിക്കുന്നത്, ആ മീനാണ്. അത് ഇത്ര ഇതിൽ വലിക്കുമോ? ഭയങ്കര വലിയായിരുന്നല്ലോ. ഓ, ആ പിലോപ്പി ഇട്ട അതിലാണ് കേട്ടാ. ഒരു പിലോപ്പി ഇട്ടിട്ടുണ്ടാകുന്നില്ല. കേട്ടാ, ആ പിലോപ്പി ഇട്ടിട്ട് ഇങ്ങനെ ഉടക്കി. കൊള്ളാം. നല്ല മീനാണ് ഇത്, നല്ല ടേസ്റ്റുള്ള മീനാണ്.
പിലോപ്പിലടിച്ച മീനൊക്കെ ഉണ്ടാവും. പിലോപ്പി കൊണ്ടുവന്നിട്ട് പാഴായില്ല. ഏതായാലും നോക്കി ഉറപ്പിൽ ഇലച്ചില് കിട്ടി. നല്ല കലക്ക മീനാണ്. നല്ല ടേസ്റ്റിൽ കൈ കിട്ടില്ല, പിടുത്താൻ കിട്ടില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചൂടുകളൊക്കെ മതിയാക്കണം കേട്ടോ. നമുക്ക് അത്യാവശ്യം കോട്ടയായിട്ടുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. അധികം മീനങ്ങനെ മുഴുവൻ മീൻ പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹം. 4 മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 മീൻ നല്ല കിടച്ച മീനാണ്. ഞാൻ മതിയാക്കണം. വെയില് ചൂടിൻ്റെ മുന്നറിയിപ്പൊക്കെ അധികം നേരം പേടിച്ച് നിൽക്കണ്ടെന്ന് എനിക്ക് അതിന് വെച്ച് ആ തലവേദന കഫക്കെട്ടപ്പോൾ തന്നെ അങ്ങനെ മാറിയിട്ടില്ല. ഫുഡ് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകും. നമ്മൾക്ക് അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട്. അത് മതി. അധികം മീൻ പിടിക്കാൻ ആഗ്രഹമില്ല, നമ്മളങ്ങനെ പിടിക്കാറില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതില്ല. എൻ്റെ പ്രേക്ഷകർ കൂടെ നല്ല കട്ട സപ്പോർട്ട് വേണം. നമ്മുടെ ഒപ്പം തന്നെ നിൽക്കണം കേട്ടോ. നല്ല വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട് കേട്ടോ. ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ല.